ചുള്ളന്മാരും ന്യൂജന്മാരും ഇസഡ്ജന്മാരും ജാഗ്രത. പഴയ ബൈക്ക് ഉണ്ടെങ്കിൽ, പഴയ സ്കൂട്ടർ ഉണ്ടെങ്കിൽ അടിയന്തരമായി കൊടുത്ത് E20 ബൈക്കുകളും E20 പെട്രോൾ ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റിക്കർ ഒട്ടിക്കുന്ന സ്കൂട്ടറുകൾ മേടിച്ചോണം. അല്ലെങ്കിൽ 8ൻ്റെ പണിയാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. പണി. കാലവർഷം മഴയും E20 എത്തനോൾ പെട്രോളും കൂടെ കൈകോർത്തപ്പോൾ വെള്ളം കുടിക്കുന്നത് ഇരുചക്ര വാഹനക്കാരാണ്. കാർബറേറ്റർ വളരെ വേഗത്തിലാണ് തകരാറിലാകുന്നത്. 20 എത്തനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ വാഹനങ്ങൾക്ക് മൈലേജ് കുറയുന്നു, സ്റ്റാർട്ടിങ്ങിന് ബുദ്ധിമുട്ടുണ്ട്, ഇന്ധന വിതരണ സംവിധാനത്തിലെ തകരാറുകളുണ്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വർക്ക്ഷോപ്പ് ഉടമകൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. എന്നാൽ മഴക്കാലമായതുള്ള സ്ഥിതി കൂടുതൽ വഷളാവുകയാണ്. മഴ കാരണം പഴയ ഇരുചക്ര വാഹനങ്ങളിലെ പെട്രോൾ ടാങ്കിൽ വെള്ളം ഇറങ്ങുകയോ വെള്ളം കലർന്ന പെട്രോൾ ടാങ്കിൽ നിറയ്ക്കുകയോ ചെയ്യുന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയാണ്. പാവപ്പെട്ട ചുള്ളൻ പയ്യന്മാരുടെ പെട്രോളൊക്കെ 50 രൂപ 100 രൂപയൊക്കെ ഒപ്പിച്ച് തുള്ളി അടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചിങ്ങനെ കൊണ്ട് നടക്കുന്ന ബാച്ചുകളാണ് മഹാഭൂരിപക്ഷം. ജോലിയൊന്നും ഇല്ലല്ലോ. അവർക്കെല്ലാം വലിയ പണിയാണ് കൊടുത്തിരിക്കുന്നത്. 8ൻ്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത്, ചെറിയ പണിയല്ല. അതുകൊണ്ട് തന്നെ 2023 മുതൽ ഏപ്രിലാണ് E20 അനുയോജ്യമായ ഭാഗങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ വിപണിയിൽ നിർബന്ധമാക്കിയത്. അതുകൊണ്ട് അത് പ്രശ്നമില്ല. പെട്രോൾ പമ്പുകൾ സംഭരണിയിൽ സൂക്ഷിച്ചിരിക്കുന്ന E20 പെട്രോളിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് ദിവസവും 12 തവണ പരിശോധിക്കണമെന്നാണ് എണ്ണ കമ്പനികളുടെ നിർദ്ദേശം. പരിശോധനാ ഫലവും ഫോട്ടോയും എല്ലാം നിർബന്ധമായി കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ദിവസവും അപ്ലോഡ് ചെയ്യണം. E20 ഇന്ധനത്തിൽ വെള്ളത്തിൻ്റെ അളവ് പരിധി കടന്നാൽ പെട്രോൾ മുഴുവൻ ഉപയോഗശൂന്യമാകും. രസമല്ലേ? മഴവെള്ളമെങ്ങാനും കഷ്ടകാലത്തിന് വീണാൽ വലിയ ബാധ്യതയാണ് പമ്പ് ഉടമകൾക്കുണ്ടാക്കുന്നതെന്ന് ആൾ കേരള പെട്രോളിയം ഫെഡറേഷൻ നേതാവ് സുനിൽ എബ്രഹാം പറഞ്ഞു. കാർബറേറ്റർ പ്രശ്നവുമായി എത്തുന്ന ഇരുചക്രവാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണെന്ന് വർഷാപ്പുകാർ പറഞ്ഞു. അനാവശ്യമായി കാശ് വാങ്ങുന്ന പേരിൽ ഉപഭോക്താക്കളും വർഷാപ്പുകാരും തമ്മിൽ വലിയ തർക്കവും വഴക്കുമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ദിവസം 6 കാർബറേറ്ററാണ് ശരാശരി വരുന്നത്. സ്ഥിരമായി വരുന്ന ഉപഭോക്താക്കൾ അടിക്കടി തകരാറാകുമ്പോൾ അത് വർക്ക്ഷോപ്പുകാരുടെ കുഴപ്പമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. വിഷയത്തിൽ വാഹന കമ്പനികൾക്ക് വർക്ക്ഷോപ്പുകാർക്ക് പരിശീലനം നൽകുന്നുണ്ടെങ്കിലും അവർക്കും ഒരു വ്യക്തതയുമില്ല എന്നുള്ളതാണ്. വളരെ രസകരമാണ് കാര്യങ്ങൾ. ഈ കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് പരിഷ്കാരം കൊണ്ടുവന്നാലും അതിലൊരു 8ൻ്റെ പണി ആളുകൾക്ക് കിട്ടും. നിങ്ങളിതൊക്കെ പരിശോധിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കൊണ്ടുവരണം. ഇപ്പോൾ ഈ സാധാരണ ഒരു ബൈക്ക് എടുത്ത് ഓടുന്ന ചെറുപ്പക്കാരൻ എത്തനോൾ പെട്രോൾ വാങ്ങി ഉപയോഗിച്ച് അയാൾ മഴയും കൂടെ ആകുമ്പോൾ ദിവസവും കാർബറേറ്റർ നന്നാക്കാൻ നടക്കുകയോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുകയോ ഇടയ്ക്ക് ഓഫായി പോവുകയൊക്കെ ചെയ്താൽ എന്തൊരു കഷ്ടമാണ്. അപ്പോൾ കാശ് കൊടുത്ത് ബൈക്ക് വാങ്ങി വളരെ മോശമായിട്ടാണ് വരുന്നത്. ജാഗ്രത. നമ്മുടെ മന്ത്രി ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. E20 പെട്രോളിയം വലിയ പണിയാണ് ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾക്ക്. അതൊന്ന് ഒഴിവാക്കി തന്നാൽ വളരെ സന്തോഷമായിരിക്കും.